ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പലിശ തിന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കും, എന്നോട് പറയും നിൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ മാസം എനിക്ക് എന്താ തരിക? ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? മാസം ഞാനൊരു ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് പലിശയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക. കച്ചവടത്തിൽ എല്ലാ മാസവും ഒരേ സെയിലല്ല ഉണ്ടാകുക. മാസത്തിൽ പല സെയിലുകൾ ഉണ്ടാവും. ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭത്തിൻ്റെ വിഹിതം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പം ഞാനൊരു ഫിക്സഡ് ആയിട്ടൊരു കറക്റ്റ് എമൗണ്ട് കൊടുക്കുമ്പോൾ അത് പലിശയാണ്. അങ്ങനെ വാങ്ങി തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മക്കളെ. അപ്പം നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പലിശയാണ്. അത് കൊടുക്കണമെന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്നത് പലിശയാണ്. ഒരുപാട് ആൾക്ക് അറിവില്ല. ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം, ഒരുപാട് മുത്തഅല്ലിമീങ്ങളാണ് എന്നെ വിളിക്കൽ. കാരണം നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് വിളിക്കുന്നത്. ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും. പക്ഷെ എനിക്കിത് മനസ്സിലായി, കുറേ കോളുകൾ വരലൊടുങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സീരിയസ് വശം മനസ്സിലായത്. പല ജ്വല്ലറിയിലുമാണ് ഇത് കൂടുതലായിട്ട് വാങ്ങുന്നത്. ഓല് വിചാരിക്കെന്താ, ഗോൾഡ് എടുക്കല്ലോ, മാസം ഒരു പൈസ കിട്ടുകയും ചെയ്യും. എന്ത്, അത് തിന്നുന്നത് പലിശയാണ് മക്കളെ. നിങ്ങൾ ആ പൈസ വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെ വാങ്ങിയ ജ്വല്ലറികൾ ഒരുപാട് പറ്റിച്ചു പോയ ചരിത്രവും നമ്മളെ നാട്ടിലുണ്ട്. കോഴിക്കോടുള്ള വലിയൊരു ജ്വല്ലറി ഗ്രൂപ്പ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, കുറേ ആളെടുത്തുനിന്ന് പൈസ വാങ്ങി. അത് വലിയൊരു ആചാരമാണ്, ഫേമസ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. എന്തായി അവസാനം? പൈസ ഇല്ല, മുതലും ഇല്ല. കുറേ ആൾക്ക് കുറച്ച് പൈസ കിട്ടി, പലിശ. അത് തിന്നല്ലാതെ പൈസ പോയോലെ കണക്ക് പറയുകയാണെങ്കിൽ സങ്കടം തീരൂല. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേയും വീഡിയോയിൽ പറഞ്ഞൊരു കേസാണ്, ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ആരൊരു പൈസ തരികയാണെങ്കിലും കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പലിശയാണ്. അത് വാങ്ങി തിന്നരുത്, മക്കൾക്ക് തിന്നാൻ കൊടുക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ശരിയല്ലേ? നിങ്ങൾക്ക് പറയാം. ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഞാൻ പറഞ്ഞുതരും. എന്തെങ്കിലും എനിക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇനിയും ഞാൻ വരും.